അസ്സലാമു അലൈക്കും. കച്ചി ലാംഗ്വേജ് ട്യൂട്ടോറിയൽസിൻ്റെ കച്ചി ക്ലാസ്സായ CLT വോയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഗ്രാമറിനെ അടിസ്ഥാനമാക്കിയാണ്. കച്ചി ഗ്രാമറിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രതിപാദിക്കാൻ പോകുന്നത്. അത് ഇംഗ്ലീഷ് ഗ്രാമറിനെ അടിസ്ഥാനമാക്കിയുള്ള കച്ചി ഗ്രാമറാണ് ഇന്ന് എടുക്കുന്നത്. ഇംഗ്ലീഷ് ഗ്രാമറിൽ പാർട്സ് ഓഫ് സ്പീച്ച് എന്നൊരു വിഭാഗമാണ് ഇന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. പാർട്സ് ഓഫ് സ്പീച്ച് എല്ലാവർക്കും അറിയാം. ഇംഗ്ലീഷ് ഭാഷയിൽ ഗ്രാമർ പഠിച്ചിട്ടുള്ള ആളുകൾക്ക്, ഹൈസ്കൂൾ ലെവലിൽ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്ന് അറിയാം. അപ്പം ഇംഗ്ലീഷ് ഭാഷയിൽ പാർട്സ് ഓഫ് സ്പീച്ച് 8 എണ്ണമാണ്. ദർ ആർ 8 പാർട്സ് ഓഫ് സ്പീച്ച്. അത് ഏതൊക്കെയാണ്? നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, ആഡ്വർബ്, പ്രിപ്പൊസിഷൻ, കൺജങ്ഷൻ, ഇൻ്റർജങ്ഷൻ. ഇങ്ങനെ 8 പാർട്സ് ഓഫ് സ്പീച്ചാണ് ഉള്ളത് ഇംഗ്ലീഷിൽ. ഇതേ പാർട്സ് ഓഫ് സ്പീച്ചിൽ നമുക്കറിയാം, ഇതിനെ പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ ക്ലാസ് ഇപ്പോൾ ഞാൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇതേ പാർട്സ് ഓഫ് സ്പീച്ച് തന്നെ പാർട്സ് ഓഫ് സ്പീച്ച് തന്നെ കച്ചി ഭാഷയിലും ഉണ്ട്. അതായത് കച്ചി ഭാഷയിൽ നൗണുണ്ട്, പ്രോണൗണുണ്ട്, ആഡ്ജക്റ്റീവ് ഉണ്ട്, വെർബുണ്ട്, ആഡ്വർബുണ്ട്, പ്രിപ്പൊസിഷനുണ്ട്, കൺജങ്ഷനുണ്ട്, ഇൻ്റർജങ്ഷനുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ഇപ്പം നൗൺ എന്ന് പറഞ്ഞാൽ നാമം. ഒരു വസ്തുവിൻ്റെയോ ഒരാളിൻ്റെയോ ഒരു സ്ഥലത്തിൻ്റെയോ പേരിനെ നമ്മൾ നാമം എന്ന് പറയുന്നു മലയാളത്തിൽ. ഇംഗ്ലീഷിൽ നൗൺ എന്ന് പറയും. കച്ചിയിലും അതുപോലെ തന്നെ നൗണുണ്ട്. അതായത് ഒരാളുടെ പേര് സൽമ, സാദിഖ്, ബഷീർ, അതൊക്കെ ഒരു ആളുടെ പേരാണ്. ഒരു സ്ഥലത്തിൻ്റെ പേര് തെർമാന്തരം, കോച്ചി, അൽപ്പടെ, കായംകുളം ഒരു സ്ഥലത്തിൻ്റെ പേര്. ഒരു വസ്തുവിൻ്റെ പേര് പലങ്ക്, ചട്ടായി, മേജ്, ഘർ, ഗാഡി, ഇതൊക്കെ ഒരു സ്ഥലത്തിൻ്റെ പേര്, സ്ഥാനത്തിൻ്റെ പേരാണ്, ഒരു വസ്തുവിൻ്റെ പേരാണ്. അപ്പം നൗണ് നമ്മുടെ കച്ചി ഭാഷയിൽ നൗണുണ്ട്. ഒരു ആളുടെ പേരോ ഒരു സ്ഥലത്തിൻ്റെ പേരോ ഒരു സംഗതിയുടെ പേരോ പറയുന്നതിന് നൗൺ എന്ന് പറയാം. ഇനി അടുത്തത് പ്രോണൗൺ. പ്രോണൗൺ എന്ന് പറഞ്ഞാൽ നൗണിന് പകരം നിൽക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയണം സൽമ സ്കൂൾ ഒസേ, സൽമ വെച്ചീഞ്ചോ സ്കൂൾ തി അച്ചീന്തി, സൽമ ഉൻപൊട്ടിയ പടലിലെ ഒസ്ന്തി, സൽമ രാജോ ഹാവോ ഹായന്തി. ഇങ്ങനെ പറയാനില്ല. എല്ലാത്തിനും നമ്മൾ സൽമ പറയുന്നതിന് പകരം സൽമാന്ന് ആദ്യത്തെ സെൻറ്റൻസിൽ മാത്രം സൽമ പറഞ്ഞിട്ട് പിന്നീട് അതിന് പകരം ഉ അച്ചീന്തി, ഉ ഹായന്തി, ഉ കറന്തി, നമ്മൾ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഉള്ളത് പ്രോണൗണാണ്. അങ്ങനെ പ്രോണൗൺ ആകുമ്പോഴത്തേന് വേറെ അതിനുള്ള ഒരു ഉദാഹരണങ്ങളാണ് ആഉ, ഇനി, ഉനി, പാ. ഇതെല്ലാം പ്രോണൗൺസാണ്. ആഉ, ഇനി, ഉനി, പാ എല്ലാം പ്രോണൗൺസാണ്. വി, ദേ, ഇറ്റ് എന്നീ കാര്യങ്ങളെല്ലാം പ്രൊണൗൺസാണ്. അപ്പം പ്രൊണൗൺസ് പറഞ്ഞാൽ നാമത്തിന് പകരം നിൽക്കുന്നത്. ഇനി അടുത്തത് കഴിഞ്ഞാൽ അഡ്ജക്റ്റീവ്, നാമവിശേഷണം എന്ന് പറയും. അതായത് ഈ നൗൺസിനെ വിശേഷിപ്പിക്കുന്ന അഡ്ജക്റ്റീവ്. ഇപ്പം ഘറുണ്ട്. ഘർ എന്നുള്ളത് വീടാണ്. അതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഇപ്പം വീട്ടിലൊന്നുമില്ല, ഫർണിച്ചറൊന്നും ഇല്ലാത്തൊരു വീടാണ്. ഖാലി ഘർ, അത് ഖാലിയായി കിടക്കുന്ന വീട്. അപ്പം ഖാലി എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവാണ്. പോയ മത്തേ എന്ന് പറയാം. മത്തേ, ഒഞ്ചോ മത്തേ, മേജ്ദോ മത്തേ, അത് മേശയുടെ മുകളിൽ മത്തേ എന്ന് പറയും. നീച്ചേ, പലങ്ജോ നീച്ചേ, കട്ടിലെ താഴെ, നീച്ചേ. അങ്ങനെയുള്ള വാക്കുകളൊക്കെ അഡ്ജക്റ്റീവാണ്. ഒരുപാട് വാക്കുകളുണ്ട്, അതൊന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമത്തെ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ കച്ചി ഭാഷയിലും അഡ്ജക്റ്റീവ് ഉണ്ട്. ഇപ്പോൾ നൗണ്, പ്രോണൗണ്, അഡ്ജക്റ്റീവ്. ഇനി അത് കഴിഞ്ഞാൽ വെർബ് എന്താണ്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് വെർബ് എന്ന് പറഞ്ഞാൽ. വായിക്കുക, ഇരിക്കുക, നടക്കുക, ഭക്ഷിക്കുക, ഇതെല്ലാം. അപ്പം വേനോ, ഒത്തീനോ, കംകർണോ, സൊമ്മുനോ, വേഞ്ചിനോ, ഇതെല്ലാം വെർബ്സാണ്. എല്ലാം പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ഒത്തിരി വെർബ്സ് ഉണ്ട്, ഒരുപാട് വെർബ്സ് ഉണ്ട്, ആയിരക്കണക്കിന് വെർബ്സ് ഉണ്ട്. ഇനി ഈ വെർബ്സിനെ വിശേഷിപ്പിക്കുന്ന അഡ്വർബ് എന്നാണ് പറയുന്നത്. അതായത് കം, ജോലി, ഹാസോ കം, നല്ല ജോലി. ഒരാൾ ജോലി ചെയ്തു, അയാൾ ജോലി ചെയ്തപ്പോഴത്തേക്കും നല്ല ജോലിയാണ് അയാൾ ചെയ്തത്. അപ്പോൾ ഹാസോ കം. അപ്പം ഉൻകെ ദുബായ് മേ ഹാസോ കമ്മായ. അപ്പം ഉൻകെ ദുബായ് മേ കമ്മായ, ഉൻകെ ദുബായ് മേ ഹാസോ കമ്മായ. അപ്പോൾ ഹാസോ എന്നുള്ളത് അഡ്വർബാണ്. ഖറാബ് അതിൻ്റെ ഓപ്പോസിറ്റ്. ഉഞ്ചോ കം ഖറാബ് കം ഖറാബായ. എട, ഒട, ഗണേ,
ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ആഡ്വർബ് എന്ന് പറഞ്ഞറിയുന്നത്. അതായത് വെർബിനെ, ഒരു ക്രിയയെ വിശേഷിപ്പിക്കുന്ന ആഡ്വർബ് എന്ന് പറയുന്നത്. അപ്പം വെർബ്സ് ആൻഡ് ആഡ്വർബ്സ്. പിന്നെ അത് കഴിഞ്ഞാൽ പ്രിപ്പൊസിഷൻ. പ്രിപ്പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിൻ്റെ കൂടെ വേറൊരു വാക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ അത് ആ ചേർക്കുന്ന വാക്കിനെ പ്രിപ്പൊസിഷൻ. ഇപ്പോൾ ഞാൻ പറയുന്നത് ഐ വെൻറ്റ് ടു സ്കൂൾ വിത്ത് ഹിം. അപ്പം ഞാൻ അവൻ്റെ കൂടെ സ്കൂളിൽ പോയി. അപ്പം ഹിമ്മിൻ്റെ കൂടെ വിത്ത് ചേർക്കുന്നു. അങ്ങനെയുള്ളതിനെ പ്രിപ്പൊസിഷൻ എന്ന് പറഞ്ഞത്. ഇപ്പം കച്ചിൽ പറയുകയാണെങ്കിൽ ആ ഒൻ ബേറോ ഒസിയോ. ഇപ്പോൾ ബേറോ പ്രിപ്പൊസിഷനാണ്. ആ ഒടാസൂതി ഒസിയോ, ഞാൻ അവിടം വരെ പോയി, അത് പ്രിപ്പൊസിഷനാണ്. ദർവാജ ഖോലി ഉടാസൂതി ഒസിയോസ് പോയ. മിഞ്ചാർ, മിഞ്ചാർ ഇപ്പം മൂഞ്ചോ ഗർജോ മിഞ്ചാർ, അത് മിഞ്ചാർ എന്നുള്ളത് പ്രിപ്പൊസിഷനാണ്. പിന്നെ മത്തേ എന്നുള്ളത് നമ്മൾ പ്രിപ്പൊസിഷനായിട്ടും ഉപയോഗിക്കാം. മത്തേ എന്നുള്ള മുകളിൽ നിന്നുള്ള അർത്ഥമുണ്ട്, അതിന് പ്രിപ്പൊസിഷനുമായിട്ട് ഉപയോഗിക്കാം. അപ്പം അഡ്വർബുമായിട്ട് ഉപയോഗിക്കാം, പ്രിപ്പൊസിഷനുമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ പല വാക്കുകളും നമുക്ക് അഡ്വർബുമായിട്ട് ഉപയോഗിക്കാം, പ്രിപ്പൊസിഷനുമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ കൺജങ്ഷൻ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. കൺജങ്ഷൻ ഒരു വാക്കിനെ വേറൊരു വാക്കുമായിട്ട് യോജിപ്പിക്കുന്നതിന് കൺജങ്ഷൻ എന്ന് പറയുന്നു. അങ്ങനെ കൺജങ്ഷനിൽ അഗ്യ, പൊട്ടിയ, കഡ്ഡെ, കെട, കിന്നെ, ഇതൊക്കെയാണ് കൺജങ്ഷൻ. ഇതിന് ഇൻ്റർജെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്ചര്യം പ്രകടിപ്പിക്കുക. ഹോ, ഹാ, വാ എന്നൊക്കെ പറയില്ലേ, അതിനൊക്കെയാണ് ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം യാ അല്ലാ, അല്ലാമിയ, ഷോ, ബച്ചോ ഷണിയോ. അതിൽ ബച്ചോ ഷണിയോ എന്നുള്ളത് സെൻറ്റൻസാണ്. ഹോ എന്നതിന് മുമ്പുണ്ടാക്കി നമ്മൾ പറയുന്ന ആശ്ചര്യജനകമായ അത്ഭുതം ഉണ്ടാക്കുന്ന വാക്കുകളാണ് ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 8 പാർട്സ് ഓഫ് സ്പീച്ച്. അപ്പോൾ നമ്മുടെ കച്ചി ഭാഷ ലിപിയില്ലാത്ത ഭാഷയാണെങ്കിലും അത് ഗ്രാമർ ഇല്ലാന്ന് പലരും അവകാശപ്പെടുമെങ്കിലും നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിലുള്ള ഗ്രാമറിൻ്റെ എല്ലാ വിഭാഗങ്ങളും ഈ കച്ചി ഭാഷയ്ക്കുണ്ട്. ഇപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് എടുത്താൽ 8 പാർട്സ് ഓഫ് സ്പീച്ച് കച്ചി ഭാഷയിലുണ്ട്. ആ പാർട്സ് ഓഫ് സ്പീച്ചിന് എന്താണെന്നുള്ളത് കച്ചി ഭാഷയിൽ പറയാൻ പറ്റില്ലെങ്കിലും 8 എണ്ണം ഉണ്ട്. നൗണുണ്ട്, പ്രോണൗണുണ്ട്, അഡ്ജക്റ്റീവ് ഉണ്ട്, വെർബുണ്ട്, അഡ്വർബുണ്ട്, പ്രിപ്പൊസിഷനുണ്ട്, കൺജങ്ഷനുണ്ട്, ഇൻ്റർജെക്ഷനുണ്ട്. അപ്പം നമ്മുടെ ഭാഷയിൽ ഗ്രാമറിൽ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയിലും ഉണ്ട്. ഈ പാർട്സ് ഓഫ് സ്പീച്ച് നമ്മളൊരു സെൻറ്റൻസ് എടുത്ത് നോക്കിയാൽ ആ സെൻറ്റൻസിൻ്റെ പാർട്സ് ഓഫ് സ്പീച്ച് നമുക്ക് വേർതിരിച്ചെടുക്കാം. ഇപ്പം രാജു ദുബായ് മേ കാം കരേത്തോ. അതിൽ രാജു ഈസ് ദി നൗൺ, സബ്ജക്റ്റ്. കം കരേത്തോ, കം ജോലി, ഓബ്ജക്റ്റ്. കരേത്തോ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു, അത് വെർബ്. കം കരേത്തോ. അപ്പോൾ രാജു ദുബായ് മേ കം കരേത്തോ ഈസ് വെർബ്. അപ്പോൾ അതിൽ ഈ പാർട്സ് ഓഫ് സ്പീച്ച് എല്ലാം ഇല്ലെങ്കിൽ തന്നെയും അതിൽ സബ്ജക്റ്റ് ഉണ്ട്, വെർബുണ്ട്, ഓബ്ജക്റ്റ് ഉണ്ട്, ഈ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഓരോ സെൻറ്റൻസുകളെടുത്ത് നമ്മൾ വിശകലനം ചെയ്ത് നമ്മൾ ഇത് എഴുതി വെച്ച് നൗൺ ആഡ്ജക്റ്റീവ് എല്ലാം എഴുതി വെച്ചിട്ട് ഓരോ സെൻറ്റൻസും കച്ചിയിൽ നമ്മൾ പറഞ്ഞിട്ട് അതിനെ നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഈ നൗണും ആഡ്ജക്റ്റും അഡ്വർബും പ്രിപ്പൊസിഷനും എല്ലാം നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പം ഞാനിന്ന് പറഞ്ഞു വരുന്നത് മറ്റു ഭാഷകളിലെ പോലെ തന്നെ നമ്മുടെ ഭാഷയിലും ഗ്രാമറുണ്ട്, പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്, 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. 8 പാർട്സ് ഓഫ് സ്പീച്ചും ഒരു സെൻറ്റൻസിൽ 8 പാർട്സ് ഓഫ് സ്പീച്ച് ഒരുമിച്ച് വരില്ല. ചില സെൻറ്റൻസിൽ 4 ഉണ്ടാവുള്ളൂ. സബ്ജക്റ്റ്, ഓബ്ജക്റ്റ്, സബ്ജക്റ്റ്, വെർബ് മാത്രമേ കാണുള്ളൂ. ചിലപ്പം സബ്ജക്റ്റ് വെർബ് മാത്രമേ കാണുള്ളൂ. പക്ഷേ ചിലർ സബ്ജക്റ്റ് ഉണ്ടാവും, ഒരു അഡ്ജക്റ്റീവ് ഉണ്ടാവും, ഒരു വെർബും ഉണ്ടാവും. മനസ്സിലായില്ല? അപ്പോൾ ഇതിൽ 8 പാർട്ട് ഓഫ് സ്പീച്ചിൽ നമ്മളെല്ലാം ഒരു സെൻറ്റൻസിൽ വരണമെന്നില്ല. പക്ഷേ നമുക്ക് അത് പല സെൻറ്റൻസിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളൊരു സംസാര ഭാഷ ആയതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പാർട്സ് ഓഫ് സ്പീച്ച് 8 പാർട്സ് ഓഫ് സ്പീച്ചും നമ്മളിതിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വളരെ കുറച്ച് വർത്തനം ഞാൻ പറയുന്നുള്ളൂ. അധികം പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ഇത് മനസ്സിലാക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് നമ്മൾ ഇംഗ്ലീഷിലെ പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ച് പറഞ്ഞെന്നുള്ളൂ. അതുപോലെ നമ്മുടെ കച്ചി ഭാഷയിലുമുണ്ട്. ബാക്കി എനിക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും.